ഒരു ആർമിയും പക്ഷികളും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു. അതിൽ ആ ആർമി ഫെയിൽ ആവുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഫേക്കായിട്ട് തോന്നുമെങ്കിലും ഇത് ശരിക്കും നടന്ന ഒരു സ്റ്റോറിയാണ്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ആർമിയിൽ നിന്ന് വിരമിച്ച സൈനികർക്കാണെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യാനായിട്ട് സ്ഥലം നൽകി. എന്നാൽ 1932 ഒരു വലിയ പ്രശ്നമുണ്ടായി. ഏകദേശം 10,000-ഓളം എമു ബേർഡ്സ് ആണെങ്കിൽ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തു. അവയാണെങ്കിൽ ക്രോപ്സ് എല്ലാം നശിപ്പിക്കുകയും കർഷകർക്ക് വൻ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ സാധാരണ കർഷകരായ എക്സ് ആർമിക്കാരും കൂടെ ചേർന്ന് ഗവൺമെൻറ്റിനോട് സഹായം ചോദിച്ചു. തുടർന്ന് ആർമി ആണെങ്കിൽ മെഷീൻ ഗണ്ണുള്ള സൈനികരെയാണെങ്കിൽ എമു ബേർഡ്സിനെ നേരിടാൻ അയച്ചു. ആ സമയത്ത് മീഡിയസ് ആണെങ്കിൽ ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരിട്ടു, എമു വാർ. പക്ഷേ കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ഈ എമു ബേർഡ്സ് ആണെങ്കിൽ 50 എണ്ണം വരുന്ന ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അവയാണെങ്കിൽ അതിശയകരമായിട്ടുള്ള വേഗത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. സൈനികരാണെങ്കിലും ഫയർ ചെയ്യുമ്പോൾ അവ ചിന്നിച്ചിതറിപ്പോകും. മെഷീൻ ഗണ്ണുകൾ പലതവണ സ്റ്റക്കായി ആയിരക്കണക്കിന് ബുള്ളറ്റ്സ് വേസ്റ്റായി. പക്ഷേ എമുക്കൾ വീണ്ടും രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. നിരവധി മിലിറ്ററി ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടും എമുക്കളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇല്ലാതാക്കാൻ സാധിച്ചുള്ളൂ. ഒടുവിൽ ഗവൺമെൻറ് ആർമിയെ പിൻവലിക്കുകയും ആ സമയത്ത് എമുക്കളെല്ലാം വീണ്ടും ഫ്രീ ആയിട്ട് ക്രോപ്സ് നശിപ്പിക്കാനും തുടങ്ങി. ഇതോടെ ആ സമയത്തുള്ള പത്രങ്ങളാണെങ്കിൽ തമാശയായിട്ട് ഒരു വാർത്ത എഴുതാൻ തുടങ്ങി. ഓസ്ട്രേലിയ എമുക്കൾക്കെതിരെ ഒരു വാർ നടത്തി അതിൽ ഫെയിലാവുകയും ചെയ്തു.